மாதிரி சொல்லுவான். சத்தம் கேட்டு அவனே வருவான். നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് പരാശക്തി മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ ആണ്. ശിവകാർത്തികേയൻ, രവി മോഹൻ. ആരാണത്? ആണോ? ഡൗട്ട് ഉണ്ട്. പേര് മാറ്റി എന്നൊക്കെ എപ്പോഴോ കേട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതിനിടയ്ക്ക് വേറെ ഏതൊരു പാട്ടിൽ ഇതുപോലെ നമ്മുടെ കല്യാണി പ്രിയദർശനും മറ്റവരും വന്നിട്ട് സോങ് ഉണ്ടായിരുന്നു. അതിനകത്ത് രവി മോഹൻ എഴുതിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ ചിലപ്പോൾ അവൻസായി. നമ്മൾ പിന്നെ ഓവറായിട്ട് ഇപ്പോ എന്താ പറയാ പുതിയ മൂവീസിന്റെ കാര്യങ്ങൾ ചിക്കി ചെക്കാത്തോണ്ടിട്ടാണ് മനസ്സിലാത്തത്. പക്ഷെ എവിടെയോ പേര് മാറ്റി എന്തൊക്കെയോ അങ്ങനത്തെ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് വേറെ കാസ്റ്റ് ഉള്ളത് അഥർവ, പിന്നെ അതുപോലെ ശ്രീലീല ആൻഡ് സുധ കൊങ്കരയാണ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ്. ആൻഡ് ഇതിന് മുന്നേ നമ്മൾ സൂര്യ അണ്ണന്റെ ഒരു പടം എന്തോ അനൗൺസ്മെന്റ് എന്തോ ഉണ്ടായിരുന്നില്ലേ, സൂര്യ അണ്ണൻ DQ എന്നൊക്കെ പറഞ്ഞിട്ട് സുധ കൊങ്കര തന്നെ സെയിം ഡയറക്ടർ. ഇനി ആ പടം തന്നെയാണോ ഇത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പടമാണോ, ഇനി അതിന് ഇടയ്ക്ക് വേറെ എന്തെങ്കിലും പടം ചെയ്താണോ? പക്ഷെ സ്റ്റാർ കാസ്റ്റ് കാണുമ്പോൾ ഏകദേശം നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു പുരനാട്, അങ്ങനെ എന്തോ ഒരു പേര്, കുറച്ച് വലിയ പേര്. DQ ഉണ്ട്. വന്നില്ല, പക്ഷെ അതിങ്ങനെ കാണിച്ചു. DQയും സൂര്യണ്ണനാണ് ഉള്ളതെന്നുള്ള. പടത്തിന് അന്നേരം ഫുള്ളി പേരിട്ടില്ലാന്നോ പിന്നെ എന്തോ ഉണ്ടായിരുന്നു. അതന്നെയാണോ എന്നുള്ള അറിയില്ല. സംഭവം ഇന്നലെ വന്നിട്ടാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റെസ്പോൺസ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. നമ്മത് കണ്ടു നോക്കിയിട്ടില്ല, പക്ഷെ എന്താ പറയാ ഏകദേശം നമുക്ക് മനസ്സിലാവല്ലോ ഒരു ആഘോഷം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അത് 50 മില്യണോളം വ്യൂസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്കൊന്ന് ഈ സംക്രാന്തിക്ക് തന്നെയാണോ പടം ഇറങ്ങുന്നതെന്ന് ഡൗട്ട് ഉണ്ട്. പൊങ്കൽ റിലീസ് ആണെന്നുള്ളത്. ആൻഡ് സുധാ കൊങ്കരനെ കുറിച്ച് പറയണമെങ്കിൽ സൂര്യരെ പൊട്ടു എന്നുള്ള ഒറ്റ പടം മതി ആളുടെ ഒരു റേഞ്ച് അറിയാൻ വേണ്ടി. അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി കണ്ടുവെക്കാം. റെഡി? പിന്നെ SK ആണെങ്കിലും ലാസ്റ്റ് പടം ഹിറ്റ് അല്ലേ? അയ്യോ, രവി മോഹൻ അത് തന്നെ അല്ലേ? അല്ല, SKന്റെ ലാസ്റ്റ് പടം ഹിറ്റ് അല്ലേ? നമ്മളെ ലാസ്റ്റ് ഏതാ പടം ഇറങ്ങിയത്? നമ്മളെ അമരൻ ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലോ പടം. തുടങ്ങാം. ஏன் தோற ரசம் சோறுலாம் சாப்பிட மாட்டீங்களோ? வாரம் தோறம் வீட்டுக்கு வந்து போறேன். கேள்வி போடுற ரசம் சோப்பத்தீங்க வா. പഴയ കാലത്തെ കഥ. வணக்கம். காலை செய்திகள். நாடெங்கும் அனைத்து மாநிலங்களிலும் அதிகாரப்பூர்வமாக ஆட்சி மொழியாக்கும் சட்டம் இயற்றப்பட உள்ளது. 8ஆம் கிளாஸ் படிச்ச என்ன படிக்காத தற்கூலி ஆகிட்டாங்க. மூத்த பேர் இருக்காங்க. இந்தியத்தில் இருக்கிற மத்திய சர்க்கார் சம்பாதிக்கிறாங்க. இந்த வீட்டுக்கு உடசாட்டாவே. எனக்கு ஹிந்தி சொல்லி கொடு. இப்படி அழுக்க மூட்டையா வந்தா மண்டையில எப்படி ஏறும்? சுத்த பத்தமா வா. போயா. நானும் போக மாட்டேன். பொறுக்கி. யார் பொறுக்கின்ற? யாரு பொறுக்கி? அண்ணா பெரியார் கிட்ட விரும்புவாங்க. நீ இந்த பிள்ளை கிட்ட அடி வாங்கி இந்தி கத்துக்கிட்ட பொழப்பு நடத்துமாடா? நீ சொல்லு. ஓ ये मूर्ख है. கெமிஸ்ட்ரி படித்தவங்க உருவாக்கின நெருப்பு வேகமாயிரு. தங்க இடம், நேரத்துக்கு சாப்பாடு, போட்டுக்கு நல்ல துணி மணி, கேட்கறப்பெல்லாம் காசு. அதான் போராட்டம் பண்றது. குண்டில கொழுப்பேறி போய் கிடக்கு. ஊருக்கு அமைதியா தான் போயிட்டு இருக்கு. பிரச்சனை எதுவும் இல்லை சார். அப்ப பிரச்சனையை உருவாக்குங்க. அவன் எப்படி ஊருக்கு தான் போராடிட்டு இருக்கான். உங்க மக்களே உங்க மேல யுத்தம் நடத்துறாங்க. 4 காலி பாயிலுங்க ஒரு பில்டிங்க பத்த வச்சதும் டெல்லியில இருந்து கிளம்பி வந்திருக்கீங்க. அந்த காலி பாயில தான் மக்களோட பார்வையில தலைவரா தெரியலாம்ல சார். ஊர்ல பதுங்கி இருக்கிற மாணவர்களை உடனே வெளியே அனுப்புங்க. 1 கோடி பேருக்கு கேட்கிற மாதிரி சொல்லுவான். சத்தம் கேட்டு அவனே வருவான். தமிழர்கள் ஹிந்திக்கு எதிரானவங்க இல்லைன்னு நான் நினைக்கிறேன். ஹிந்தி திணிப்புக்கு தான் எதிரானவங்க. ஹிந்திக்கோ ஹிந்திக்காரங்களுக்கோ இல்லை. I need your hours. பொள்ளாச்சியில் அடிச்சு பொள்ளாச்சியிலே போச்சிடும். ஆன்டி-நேஷனல் செந்தமிழை காக்க
കരുംസേന ഒന്നുണ്ട്. ജാനുവരി 10-നാ? ജനുവരി 10-ന്. ഇത് മറ്റേ 9-നല്ലേ? ജനനായകൻ 9-ന്. ഭയങ്കര കോമ്പറ്റീഷൻ പോകുന്ന ഒരു സാധനമായിട്ട്. അതായത് ശരിക്കും ഈ ട്രെയിലർ കണ്ടപ്പോ നമുക്ക് കിട്ടിയ ഒരു ഫീലില്ലേ, ഈ സാധനമാണ് നമ്മൾ ശരിക്കും ജനനായകൻ പ്രതീക്ഷിച്ചത്. കാരണം ഇതെന്ന് വെച്ചാൽ ആ ഒരു പഴയ കഥയും കൂടിയല്ലേ കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ജനനായകനിൽ ഏകദേശം ഒരു പൊളിറ്റിക്കൽ സംഭവങ്ങളൊക്കെ ആക്ച്വലി കാണിക്കും, അല്ലെങ്കിൽ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതിനകത്തുനിന്ന് ഒരു സാധനം. ഈ മൂവിന്ന് നമ്മളെന്ന് വെച്ചാൽ ഓക്കെ ഡയറക്ടറെ കീപ്പിംഗ് അപ്പാർട്ട് ആ ഒരു ഡയറക്ടർ വെച്ച് മാറ്റി നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഓവർ എക്സ്പെക്ട് ചെയ്യില്ല. ഓക്കെ എന്ത് കിട്ടിയാലും ബോണസ് ആണ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഇരുത്തി അങ്ങോട്ട് കളഞ്ഞു. ട്രെയിലർ നമുക്ക് കേട്ട് ഡയലോഗ്സ് ഒന്നും മിസ്സായി പോകരുത് എന്നുള്ളൊരു ഫീല് കിട്ടുന്നുണ്ട്. കാരണം അവരെന്താ പറയുന്നുള്ള കേൾക്കാനുള്ളൊരു ഫീല് ഗംഭീരമാണ്. ഇത് ട്രെയിലറിന് അത്യാവശ്യം ലെങ്തി ആണെങ്കിലും ഭയങ്കര രസമുണ്ട്. അതായത് ഭയങ്കര ലെങ്തി ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്കത് ഭയങ്കര, അതായത് പടം ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ട്. ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഈ മൂവി ഒരു സംഭവം ആയിരിക്കും എന്ന് നമുക്ക് തോന്നും. അങ്ങനെയില്ല, ചില പടങ്ങൾ അങ്ങനെയല്ലേ. അതായത് നമ്മളതിന്റെ ട്രെയിലർ ടീച്ചറൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ആഗ്രഹം വരും, ഇതൊന്ന് പോയി കാണും, ഇത് കൊള്ളാലോ, സംഭവം കൊള്ളാലോ, അങ്ങനെ തോന്നിക്കുന്ന ഒരു സംഭവം. എൻ്റെ പൊന്നെ, അതും പ്രത്യേകിച്ച് ജാനുവരി 10-ന് ഇറങ്ങുക എന്ന് പറഞ്ഞത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു നമ്മൾ പറയില്ലേ, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു ഈ ഒരു മൂവി ഇറങ്ങാന്നുള്ളത്. കാരണം എല്ലാവരും ജനനായകന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള സ്റ്റാർ കാസ്റ്റ് ഒന്നുമില്ല. എല്ലാവരും എന്താ പറയാ, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് ആണ്. ആൻഡ് ശ്രീലീല മാത്രമേ പുറത്തുനിന്നുള്ളൂ. ഈവൻ ശ്രീലീല ആണെങ്കിലും നമുക്ക് സൗത്ത് ആണല്ലോ, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇല്ല, ആൻഡ് ആ റോളിൽ നല്ല ഭംഗിയുണ്ട് ശ്രീലീലിനെ കാണാൻ, നല്ല രസമാണ്. ഏകദേശം നമ്മളുടെ കീർത്തിയൊക്കെ ചെയ്യില്ലേ, കീർത്തി സുരേഷ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഭയങ്കര ഒരു പഴയ ലുക്ക് ഉണ്ട് അവർക്ക്. അവരുടെ ഫേസിൽ അവർ ആ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും ശ്രീലീല നല്ല രസമുണ്ടായിരുന്നു ആ ഒരു കാണാനായിട്ട്. അപ്പോൾ ആ ഒരു പഴയ കാലഘട്ടമാണ് പറയുന്നത്. പിന്നെ ശിവകാർത്തികേയൻ നമുക്കറിയാം, ഇപ്പൊ എടുക്കുന്ന എന്ത് റോളാണെങ്കിലും ഭയങ്കര ചൂസിയാണ് ആൾ, അത്രയും കെയർഫുൾ ആയിട്ടാണ് ഓരോ റോൾ എടുക്കുന്നത്. ഓൾമോസ്റ്റ് ഇപ്പൊ നല്ല ഗ്യാപ്പ് വന്നല്ലോ. അമരൻ കഴിഞ്ഞ വർഷമായിട്ട് ഇറങ്ങിയോടാന്ന് അല്ലേ, ഒരു വർഷത്തിന്റെ ഓൾമോസ്റ്റ് ഗ്യാപ്പിലാണ് വരുന്നത്. അപ്പൊ എടുക്കുന്ന റോൾ എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഒരു മൂവി അങ്ങോട്ട് ചെയ്യാന്നുള്ളൊരു അല്ലാതെ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത്, അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് അത്രയും ഡെഡിക്കേഷനോട് കൂടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആ ഒരു സംഭവം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ജയൻ രവിനെ പറയുമ്പോഴാണെങ്കിൽ പേര് മാറ്റിയപ്പോൾ ആളും മാറിപ്പോയി. അതുപോലെ തന്നെ ഏകദേശം രവിമോഹൻ പണ്ടത്തെ ഒരു ആക്ടർ ഇല്ലേ, അത് ഞാൻ ഓക്കെ അങ്ങനെയാണോ, പക്ഷെ ആളെന്ന് വെച്ചാൽ ഫുള്ള് ആളുടെ ബോഡി സ്ട്രക്ചർ തന്നെ മാറ്റി ആ ഒരു ക്യാരക്ടറിൽ ഭയങ്കരമായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. ഭയങ്കര നെഗറ്റീവ് ഫീൽ എടുക്കുന്നുണ്ട്, ഭയങ്കര സ്ട്രോങ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് കാരണം ഒന്നാന്ന് വെച്ചാല് നമുക്ക് അറിയാലോ ജയൻ രവി ആരാന്നുള്ളത്. ഓൾറെഡി സ്റ്റാർ വാല്യൂ ഉള്ള ഒരാളാണ്, അത്രയും കുറെ ഹിറ്റ് സിനിമകൾ കൊടുത്തിട്ടുള്ള. അപ്പം ഹീറോ ആയിട്ടുള്ള ഒരാൾ വില്ലനിലോട്ട് വരുമ്പോൾ അതിന് പവർ കൂടും. ഈവൻ നമ്മളെ ജയൻ രവി മൂവി തന്നെ നമ്മളെ ഒരു പോലീസ് പടം ഉണ്ടല്ലോ, അതിൽ നമ്മൾ അരവിന്ദ് സ്വാമി വില്ലനായിട്ട് വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു, ഭയങ്കര പവർ ആയിരുന്നു. കാരണം എന്താ, പഴയ ആക്ടർ ഹീറോ ആയിട്ടുള്ള ആക്ടർ വില്ലനിലോട്ട് വരുമ്പോൾ അത് ലുക്കുള്ള ആള് വില്ലനായിട്ട് വരുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. രസമാണ് അതാണ് ഇവിടെ കണ്ടോ. ശരിക്കും ഭയങ്കര ഒരു നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടാവാനായിട്ട് സാധ്യത തോന്നുന്നു. സുധാ കൊങ്കറ മൂവി ആ ഒരു കാര്യത്തിൽ കുറെ ആൾക്കാർ ടിക്കറ്റ് എടുക്കാൻ സാധ്യതയുണ്ട് ഈ സിനിമയിൽ. കാരണം സുധാ കൊങ്കറ ഡയറക്ടർ ഭയങ്കര ഗ്യാരണ്ടി ഡയറക്ടറാണ്. ആൻഡ് അതിന്റെ കൂടെ ശിവകാർത്തികേയന്റെ ലാസ്റ്റ് പടം ഹിറ്റ് ആയതുകൊണ്ട് തന്നെ അതും ഒരു ഗ്യാരണ്ടിയാണ്. അപ്പോൾ രണ്ട് ഗ്യാരണ്ടി സാധനം. ഇപ്പൊ നമ്മൾ ഈ മൂവിയും ജനനായകൻ തമ്മിൽ കമ്പയർ ചെയ്യുന്നതല്ല, പക്ഷെ എന്നാലും നമ്മൾ അത് കണ്ട സമയത്ത് ഇപ്പൊ ഞാൻ ഫസ്റ്റ് ട്രെയിലർ കണ്ടപ്പോഴാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സീൻസ് ഒക്കെ എനിക്ക് ഭയങ്കര പുതിയതായിരുന്നു. പക്ഷെ പിന്നീട് പല എന്താ പറയുക ട്രോളുകളും സംഭവങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ പലതും ഭയങ്കര ഒരു സിമിലാരിറ്റി അതിനകത്ത് ഫീൽ ചെയ്യുമ്പോൾ ഇവൻ ഞാൻ ഫസ്റ്റ് റിയാക്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നുന്നുള്ളത്. ഞാനത് കാണാത്തതുകൊണ്ട് ഞാനും കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ ട്രെയിലർ റിയാക്ട് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ നമുക്ക് അറിയാലോ എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് ഒക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈം ആയതുകൊണ്ട് തന്നെ എന്ത് കാര്യമാണെങ്കിലും ഭയങ്കര അപ്പോൾ ഓപ്പൺ ആവും, പെട്ടെന്ന് തന്നെ ഓപ്പൺ ആവും. പണ്ടത്തെ കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് എന്താ പറയാ, ആ പ്രതീക്ഷ ചെറുതായിട്ട് എന്താ പറയുക ഇങ്ങനെ ഡിമിനിഷ് ആയോ എന്നൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. കാരണം അതിനൊരു ഭയങ്കര ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു പടത്തിന്. പ്രത്യേകിച്ച് പടത്തിന് അദ്ദേഹം വിജയണ്ണൻ ഉള്ളതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഏകദേശം പൊളിറ്റിക്സിലേക്ക് പോകുന്നതിന് മുന്നേ ഉള്ള ലാസ്റ്റ് മൂവിയും കൂടിയാണ്. സോ ദാറ്റ് വിൽ ബി വെരി പ്രോമിസിങ് എന്നുള്ളൊരു സംഭവം കൂടിയും നമുക്കറിയാം. അപ്പൊ ആ ഒരു വെയിറ്റിംഗ് ഉണ്ട്. പക്ഷെ മൈറ്റ് ബി ആ ഒരു ലാസ്റ്റ് വന്നൊരു സംഭവത്തിന് ഭയങ്കര റിപ്പീറ്റേഷൻ ഫീല് ഇവൻ സീൻസിലടക്കം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കാര്യം ആക്ച്വലി ചിന്തിച്ചായിരുന്നു. അതായത് ഈ ഒരു നമ്മുടെ എച്ച് വിനോദ് ഡയറക്ടർ പിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അറിയോ, അമിതാഭ് ബച്ചൻ സാർ അഭിനയിച്ച പടം.
ആ പടം ഹിന്ദിയിലൊരു കുറച്ചൊരു ആർട്ട് ഓഫ് ബീറ്റ്, അതായത് ഭയങ്കര കമേഴ്ഷ്യൽ അല്ല, ഒരു അങ്ങനത്തെ ഒരു മൂവിയാണ്. കോർട്ട് റൂം ഡ്രാമയൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് അവിടെ ക്രിട്ടിക്കലി ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്ത സിനിമയാണ്. പക്ഷെ അതിൻ്റെ റീമേക്കാണ് ആക്ച്വലി എച്ച് വിനോദ് അജിത് സാറിനെ വെച്ചിട്ട് നമ്മളെ ഒരു നേർക്കൊണ്ട പാർവ എന്നൊരു മൂവി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ചും കൂടി കമേഴ്ഷ്യൽ ആക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എടുത്ത് ആ പടം ഭയങ്കര ഹിറ്റാവുകയും ചെയ്തായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് റീമേക്ക് നന്നായിട്ട് ചെയ്യാനും അറിയാം. അതായത് ആ ഒരു സംഭവത്തിനെ മാറ്റിമറിച്ച് വേറെ രീതിയിൽ, കാരണം ഇതിനകത്ത് ഒരു പൊളിറ്റിക്കൽ എലമെന്റും കൂടി ചേർക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇനി അത് നല്ല രസത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഗംഭീരാവും. കാരണം റീമേക്കുകളും ചില സമയത്ത് നന്നായിട്ട് വരാറുണ്ടല്ലോ. ഇപ്പൊ ഈവൻ നമ്മള് കുറെ ഡിസ്കസ് ചെയ്യുന്ന ശങ്കർദാദ MBBS റീമേക്കാണ്. ഈവൻ നമ്മളെ നൻപൻ ശങ്കർ സാർ ചെയ്തപ്പോഴും 3 Idiotsന്റെ റീമേക്ക് ആണല്ലോ. ശരിയാണ്, അങ്ങനെയാവാം. അപ്പോ നൻപനും നല്ല ഫാൻസ് ഉണ്ട്, അറിയില്ലേ ആ പടത്തിൽ. അപ്പൊ ശരിക്കും ആ ഒരു ഹൈപ്പ് ഇച്ചിരി കുറഞ്ഞത് നന്നായി വേണമെങ്കിൽ പറയാം അല്ലേ? കാരണം ഭയങ്കര ഹൈപ്പിലിരുന്ന് വെച്ചൊരു സാധനമാണ്. അതിപ്പോ ചെറുതായിട്ടൊന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും. അപ്പൊ എന്തായാലും ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എന്താ പറയാ 9th 10th പടം വരുന്നത്. എന്നൊരു ഡേറ്റ്. അപ്പൊ ഇന്ന് ബുധനാഴ്ച 8 അല്ല, ഇന്ന് വ്യാഴാഴ്ച 7 ബുധനാഴ്ച, ഇന്ന് ബുധനാഴ്ചല്ലേ 7 2 ദിവസം 7. അപ്പൊ എന്തായാലും 2-3 ദിവസത്തിനുള്ള പടം വരും. അപ്പൊ നമുക്ക് എന്തായാലും കണ്ടറിയാം. അത്രയല്ലോ, അടുത്ത വീഡിയോയിൽ കാണാം.